എല്ലാ കൂട്ടുകാർക്കും എന്നത്തെ പോലെ ഇന്നും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നോമ്പുതുറ സ്പെഷ്യൽ ചിക്കൻ പോള. ഈ പോള ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പോളയ്ക്ക് ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. അതിന് 3/4 കപ്പ് പാല്, 3 മുട്ട, 2 കപ്പ് ബ്രെഡ് ക്രംസ്, 1/4 കപ്പ് മൈദ, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. അടിച്ചെടുത്ത ഈ ബാറ്റർ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി പോളയ്ക്ക് ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി 300 ഗ്രാം ബോൺലെസ് ചിക്കൻ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കിംഗ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ചിക്കൻ അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യണം. കരിഞ്ഞു പോകാതെ ഒന്നിളക്കി കൊടുക്കണം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ. ഈ ഒരു പരുവമാകുമ്പോൾ ചിക്കൻ കോരിയെടുക്കുക. ഇനി ഫില്ലിങ്ങിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ചിക്കൻ വറുത്തെടുത്ത പാനിൽ തന്നെ കുറച്ച് എണ്ണയോടെ ഒഴിച്ചിട്ട് എടുത്തു വച്ചിട്ടുള്ള ഗാർലിക്കും ജിഞ്ചറും ചേർത്ത് വഴറ്റുക. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും പച്ചച്ചുവ മാറുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. 3 സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി അരിഞ്ഞതാണ്. ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സവാള നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം, ചെറുതായിട്ട് അരിയണമെന്നില്ല. ഞാനിവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സവാള ഒന്ന് വെന്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. സവാള ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായി ഇളക്കുക. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ ഇളക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം എടുത്തു വച്ചിട്ടുള്ള ചിക്കൻ ചോപ്പ് ചെയ്ത് ചേർക്കുക. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫാക്കുക. ഇനി അടുത്തതായി പോളയ്ക്ക് ആവശ്യമായുള്ള ബേസ് തയ്യാറാക്കണം. അതിനായി നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്റർ എടുത്ത് 2 സ്പൂൺ വീതം ഒഴിച്ച് ഇതുപോലെ പാൻ എടുത്ത് ചുറ്റിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ 3-4 ബേസ് തയ്യാറാക്കാം. ആ രീതിക്കാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം, കരിഞ്ഞു പോകരുത്. അങ്ങനെ എടുത്തു വച്ചിട്ടുള്ള എല്ലാ മാവും ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി ഈ ബേസ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിന് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് പാലും കുറച്ച് ചില്ലി ഫ്ലേക്സും 2 പിഞ്ച് ഉപ്പും കുറച്ച് പെപ്പർ പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്ക് പോള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് നെയ്യ് തടവിയെടുക്കാം. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയിൽ മുക്കി പോള ബേസ് നിരത്തുക. അതിന് മുകളിലാക്കി ചിക്കൻ ഫില്ലിങ്ങും നിരത്തുക. നല്ലതുപോലെ നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയറും ഇതുപോലെ നിരത്തിയെടുക്കുക. ഞാൻ ഈ പോള ആദ്യമായി സെറ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഈ പാത്രത്തിലാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്തത്. പിന്നെ ഞാൻ പാത്രം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുത്തു. ഇനി ഉണ്ടാക്കി കഴിഞ്ഞ് ശരിയായില്ലെങ്കിലും ഒന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ഈസി ആയിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ലെയറും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണം. ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന മുട്ടയുടെ കൂട്ട് സൈഡിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മുകൾ ഭാഗത്ത് ഒരു ഗാർണിഷിനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മതി ഇതുപോലെ ചീസ് വെച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പോള വേവിക്കാനായിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഈ സോസ് പാൻ വെച്ച് സെറ്റ് ചെയ്ത് ലോ ഫ്ലെയിമിൽ 20 to 30 മിനിറ്റ് വരെയാണ് ഞാനിത് വേവിച്ചെടുത്തത്. ഈ അടപ്പിലുണ്ടായിരുന്ന ചെറിയ ഹോൾ പേപ്പർ കൊണ്ട് അടച്ചു കൊടുത്തു. ഇതിപ്പോൾ 20-25 മിനിറ്റായി. പോള വെന്തിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിക്കുക. 1 മിനിറ്റിൽ കൂടേണ്ട ആവശ്യമില്ല. ചീസ് വെച്ചതായതുകൊണ്ട് അടി കരിഞ്ഞു പോകും. അതുകൊണ്ട് 1 മിനിറ്റ് മതി. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫാക്കാവുന്നതാണ്. അടിപൊളിയും പെർഫെക്റ്റുമായിട്ടുള്ള നല്ല ടേസ്റ്റിയുള്ളൊരു ചീസ് പോളയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതിൽ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ടിപ്പു സുമീസ്. ഇനി മുതൽ എൻ്റെ ചാനൽ വില്ലേജ് കുക്കിംഗ് റെസിപ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കുറച്ച് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വില്ലേജ് കുക്കിംഗ് റെസിപ്പി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അതുവരെ ടിപ്പു സുമീസ് കുക്കിംഗ് എന്ന പേരിൽ തന്നെയായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്.